തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പാലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയത്. റാഗിംഗ് നടന്നതായി ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ഥിരീകരിച്ചു. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരനുണ്ട്. ചന്തു, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? വിശദാംശങ്ങൾ. 11ാം തീയതി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ അടിപിടി നടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിൽ മാത്രമല്ല, പ്രിൻസിപ്പലിനും ഇപ്പോൾ ഈ വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയായ ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ പോലീസിലും തനിക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റു എന്ന തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും വച്ച് ഉള്ള പരിശോധനയിൽ ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം പേരാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകാനും ഇപ്പോൾ വിദ്യാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ഇന്ന് ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ കൂടി ലഭിച്ച സാഹചര്യത്തിൽ നാളെ പ്രിൻസിപ്പൽ റിപ്പോർട്ട് പോലീസിന് കൂടെ സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെ കേസെടുക്കാൻ ആണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനം ഈ ബിൻസിന് ഏറ്റെന്നാണ് പരാതിയിൽ പറയുന്നത്. യൂണിറ്റ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ മുട്ടിലിരുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. വെള്ളം ചോദിച്ചപ്പോൾ അതിൽ തുപ്പിയതിനു ശേഷം വെള്ളം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി ഈ മർദ്ദനം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നാളെ തന്നെ കേസെടുത്തേക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലാണ് റാഗിംഗ് നടന്നതായുള്ള പരാതി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.